നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ട്രേഡ് യൂണിയനുകളുടെ 24 മണിക്കൂർ പണിമുടക്ക് ജില്ലയിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. KSRTCയും സ്വകാര്യ ബസും സർവീസ് നടത്തിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. മാളയിൽ പഞ്ചായത്ത് ഓഫീസും സ്വകാര്യ ബാങ്കും അടപ്പിച്ച സമരക്കാർ. ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് എത്തിയ ഭക്തർ പണിമുടക്കിൽ വലഞ്ഞു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ലേബർ കോഡുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതാണെന്ന് CITU അഖിലേന്ത്യാ സെക്രട്ടറി ദീപ കെ രാജൻ. രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഇല്ലായ്മ ചെയ്ത് സ്വകാര്യ കുത്തകകളെ സഹായിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ദീപ കെ രാജൻ. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് UDF ട്രേഡ് യൂണിയനുകൾ തൃശൂർ AGS ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ നഗരത്തിൽ DIG ഓഫീസിന് തൊട്ടടുത്ത ഇരട്ടച്ചിറ ക്ഷേത്രത്തിലും പോസ്റ്റ് ഓഫീസ് റോഡിലെ മാരിയമ്മൻ കോവിലിലും മോഷണം. ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചെറുതുരുത്തിയിൽ വീണ്ടും മോഷണം. പൈങ്കുളം മുണ്ടനാട്ട് പ്ലംബിംഗ് സാധനങ്ങൾ വിൽക്കുന്ന സുപ്രീം എന്ന കടയിലാണ് മോഷണം നടന്നത്. ലക്ഷങ്ങൾ വിലയുള്ള നിലവിളക്ക്, പിച്ചള സാമഗ്രികൾ എന്നിവ മോഷണം പോയി. വെള്ളിക്കുളങ്ങര ജനവാസ മേഖലയിൽ കാട്ടാന കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. കിഴക്കേ കട്ടിപ്പൊക്കത്തെ പൂക്കാടൻ അബ്ദുവിന്റെ പറമ്പിലെ വിളകളാണ് 7ഓളം കാട്ടാനകൾ നശിപ്പിച്ചത്. മറൂട്ടിച്ചാൽ ചീരക്കുണ്ടിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി കൃഷി നശിപ്പിച്ചു. കിടങ്ങൻ ജോബിയുടെ നേന്ത്രവാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. തിരുവല്ലോമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി നാളെ. ദശമി വിളക്കിനോടനുബന്ധിച്ച് നടന്ന ശീവേലി എഴുന്നള്ളിപ്പിൽ കലാമണ്ഡലം ശിവദാസന്റെ പ്രമാണത്വത്തിൽ മേളം, അയലൂർ അനന്തനാരായണ ശർമ്മയുടെ പ്രമാണികത്വത്തിൽ പഞ്ചവാദ്യം എന്നിവ അകമ്പടിയായി. എരുമപ്പെട്ടി മങ്ങാട് 4 പേർക്ക് തേനീച്ച കുത്തേറ്റു. വടക്കുമുറി ചോല ക്വാറിക്കടുത്ത് താമസിക്കുന്ന മൂത്താട്ടുപറമ്പിൽ കുട്ടൻ, മക്കളായ ഹരിദാസൻ, പ്രിൻസി, ബിജു എന്നിവർക്കാണ് തേനീച്ചയുടെ കുത്തേറ്റത്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. മുള്ളൂർക്കര വാടവരമ്പത്ത് വീടിന് തീപിടിച്ചു. സുരേഷിന്റെ ഓടിട്ട വീടാണ് ഭാഗികമായി കത്തിനശിച്ചത്. വീട്ടിലുണ്ടായിരുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കത്തിനശിച്ചു. സംസ്ഥാന ബഡ് സ്കൂൾ കലോത്സവത്തിന് നാളെ തൃശൂരിൽ തുടക്കമാകും. 4 വേദികളിലായി 22 മത്സര ഇനങ്ങളിൽ 600-ൽ പരം പ്രതിഭകൾ പങ്കെടുക്കും. ഗുരുവായൂർ ദേവസ്വത്തിൽ 251 കിലോ 540 ഗ്രാം 86 മില്ലിഗ്രാം സ്വർണവും 1386 കിലോ 997 ഗ്രാം 500 മില്ലിഗ്രാം വെള്ളിയുമുണ്ടെന്ന് വിവരാവകാശ രേഖ. കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ K. ഗോവിന്ദൻ നമ്പൂതിരിക്ക് ജനുവരി 29 നൽകിയ മറുപടിയിലാണ് ഗുരുവായൂർ ദേവസ്വം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒറ്റപ്പാലം തിരുവല്ലോമല റോഡിലെ ലക്കിടിയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ മേൽപ്പാലത്തിനായുള്ള കാത്തിരിപ്പ് നീളുന്നു. പദ്ധതിയുടെ ആദ്യഘട്ട നടപടികൾ തുടങ്ങിയത് 5 വർഷങ്ങൾക്ക് മുൻപ്. താമരപ്പള്ളി ചൊവ്വല്ലൂർ പടി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് സ്പാകളിൽ നടന്നുവരുന്ന വ്യാപക പരിശോധന മാന്യമായി ഉപജീവനം നടത്തുന്ന സലൂൺ ഉടമകളുടെ വരുമാനം ഇല്ലാതാക്കുന്നുവെന്ന് ലക്ഷറി സലൂൺ ഓണേഴ്സ് അസോസിയേഷൻ. സലൂണുകളെ സ്പാകളായി തെറ്റായി ബന്ധിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെയും അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് അസോസിയേഷൻ. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ വീണ്ടും സുരക്ഷാ ഭീഷണി. കൊടുങ്ങല്ലൂരിലെ കോതപ്പറമ്പിൽ റോഡിന്റെ പാർശ്വഭിത്തിയിലെ സ്ലാബ് നിലംപതിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം നൽകി. ബാങ്ക് പ്രസിഡന്റ് KM സലീം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലതാ ദേവദാസിന് തുക കൈമാറി. ദേശീയ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾക്ക് മരത്താക്കര ബോധിധർമ്മ മാർഷൽ ആർട്സ് അക്കാദമിയുടെ അനുമോദനം. മന്ത്രി K. രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ഞാറ്റുവെട്ടി കല്ലട ഭഗവതി ക്ഷേത്രത്തിൽ ഉച്ചാൽ മഹോത്സവം ആഘോഷിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ കൊമ്പൻ കീഴൂട്ട് വിശ്വനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പ്രസിഡന്റ് രഞ്ജിന ഗിരി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി ശ്രീ മൂലയംപറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തോടനുബന്ധിച്ച് പ്രാദേശിക പൂരാഘോഷ കമ്മിറ്റികൾക്ക് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു.
മാർച്ച് 1 നടക്കുന്ന പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിവിധ ആഘോഷ കമ്മിറ്റികളുടെ എല്ലാ കലാപരിപാടികൾക്കും മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റി. അതിരപ്പള്ളി ശുദ്ധജല വിതരണ പദ്ധതിയുടെ തുടർ നിർമ്മാണം ആരംഭിക്കണമെന്ന് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്ക് ഗ്രൂപ്പ് യോഗം ആവശ്യപ്പെട്ടു. അതിരപ്പള്ളി കോടശ്ശേരി പരിയാരം പഞ്ചായത്തുകൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി മുടങ്ങിയിട്ട് വർഷങ്ങളായെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസിന് വഴികൊടുത്തില്ലെന്നാരോപിച്ച് KSRTC ബസിന്റെ കണ്ണാടി അടിച്ചു തകർത്തു. ഗുരുവായൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസിന്റെ കണ്ണാടിയാണ് ബ്ലൂബെറി ബസിലെ ഡ്രൈവർ അടിച്ചുപൊട്ടിച്ചത്. തൃശൂർ ശക്തൻ മത്സ്യമാംസ മാർക്കറ്റിലെ കടകളിൽ നിന്ന് പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ച് മുങ്ങിയ സമീപത്തെ കടയിലെ ജീവനക്കാരൻ പിടിയിൽ. കണ്ണൂർ പാലപ്പള്ളി ചാവശ്ശേരി പറമ്പത്ത് KP മുബഷീറിനെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന ആലപ്പുഴയിലെ ഹോം സ്റ്റേയിൽ നിന്ന് ഈസ്റ്റ് പോലീസ് സംഘം പിടികൂടിയത്. കുന്നംകുളം ആനക്കലിൽ വീടിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന വൈക്കോൽ കൂനകൾക്ക് തീപിടിച്ചു. ആനക്കൽ സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ഷിജുവിന്റെ വീടിന് പിൻവശത്ത് സൂക്ഷിച്ചിരുന്ന വൈക്കോൽ കൂനയ്ക്കാണ് തീപിടിച്ചത്. ഫ്ളാറ്റ് വാങ്ങാനെന്ന വ്യാജേനയെത്തി ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ 3 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശികളായ അനിൽകുമാർ, ദീപക്, കോഴിക്കോട് സ്വദേശി അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ പള്ളിവേട്ടയ്ക്ക് വിപുലമായ സബ് കമ്മിറ്റി രൂപീകരിച്ചു. സബ് കമ്മിറ്റി ചെയർമാനായി ദേവസ്വം ഭരണസമിതി അംഗം മനോജ് B. നായരെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. മാർച്ച് 8 പള്ളിവേട്ട. ചന്ദ്രാപിന്നിയിൽ കാർ തട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ റൂറൽ പോലീസ് പിടികൂടി. എടത്തുരുത്തി മധുരംപള്ളി സ്വദേശി കറുകത്തല വീട്ടിൽ നൌഷാദാണ് അറസ്റ്റിലായത്. നിർമ്മാണം പൂർത്തീകരിച്ച ചാഴൂർ പഞ്ചായത്തിലെ തൃപ്രയാർ ചേർപ്പ് റൂട്ടിലുള്ള ചിറക്കൽ പാലത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനായി. കാഞ്ഞാണി വട്ടുകുളങ്ങര ചെത്തിക്കാട്ടുകാവിൽ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പ്രതിഷ്ഠാദിന മഹോത്സവം വർണ്ണാഭമായി. മാങ്ങാട്ടുകര ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് തിടമ്പേറ്റിയ ഗജവീരനും മേളത്തിന്റെയും അകമ്പടിയോടെ പൂരം എഴുന്നള്ളിപ്പും നടന്നു. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിലെ 87ാമത് കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനം ഞായറാഴ്ച ആരംഭിക്കും. വൈകിട്ട് 5 മാർ പോളി കണ്ണൂക്കാടൻ തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്യും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.